ഈശോം ശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ്. ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം പൗലോസ്ലിയ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായം 30-ാം തിരുവചനം. വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലത്തു വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ജെറീക്കോ കോട്ട തകർക്കാനായിട്ട് അവർ JCB ഉപയോഗിച്ചത് അവരുടെ പ്രാർത്ഥന, അവരുടെ വിശ്വാസം. 7 ദിവസം അവരെ വലം വെച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഏത് വലിയ കോട്ടകളും തകരുമെന്ന് വ്യക്തമായിട്ട് തിരുവചനം നമ്മൾ ഓർപ്പിക്കുക. പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് ആകപ്പാടെ അസ്വസ്ഥതയാണ്. എന്താണ് ഈ അസ്വസ്ഥതയ്ക്ക് കാരണം? അസ്വസ്ഥതയ്ക്ക് കാരണം നമ്മുടെ വിശ്വാസക്കുറവ് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസക്കുറവാണ്. നടക്കുവോ നടക്കില്ലേ, ഒരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ. പൂർണ്ണമായ ഒരു സമർപ്പണം എന്നിലും നിങ്ങളിൽ നടന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ആ സമർപ്പണം, സ്നേഹം പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ്, ഈശോയുമായിട്ടുള്ള സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ എത്താത്തത് കൊണ്ടാണ് നമുക്ക് ഈ സംശയം വരുന്നത്. നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അപ്പൊ അതിന്റെ മുന്നിൽ എത്ര വലിയ കോട്ടകൾ വന്നാലും, ഏതെല്ലാം വിധം ബന്ധനാവസ്ഥകൾ വന്നാലും, ഏതെല്ലാം ചങ്ങലകൾ കൊണ്ട് കെട്ടപ്പെട്ടാലും അതിനെല്ലാം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് തകർക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തില് 9-ാം അധ്യായത്തില് 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളും കൂടെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്താ? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോകുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നോക്കിക്കേ, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കുറച്ചുപേര് ഈശോയുടെ അടുക്കട്ട് എത്താൻ പറ്റാഞ്ഞിട്ട് അവർ ഓടിളക്കിയിട്ടൊക്കെയാണ് ആ വീടിനകത്തേക്ക് എത്തിക്കുന്നത്. കാരണം ആൾക്കാരെ വചനം ശ്രവിച്ച് ഈശോ പറയുന്നത് ശ്രവിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഈശോ അടുക്കിലേക്ക് തളർവാദ രോഗിയെ എത്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ വന്നവര് ആഴമായ വിശ്വാസമുള്ളവരാണ്. അവരപ്പം തന്നെ കയറെ കെട്ടി നേരെ ഈശോ അടുക്കിലേക്ക് ഓടിളക്കി ഈശോ അടുക്കിലേക്ക് തളർവാദ രോഗിയെ എത്തിക്കുക. വചനം പറയുന്നത് കണ്ടില്ലേ, അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അല്ലിച്ചത്, മകനെ, ധൈര്യമായിരിക്കുക. അപ്പൊ നമ്മള് കൂട്ടായ്മയായിട്ടുള്ള പ്രാർത്ഥനകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുക. വിശ്വാസികളുടെ ഒരു സമൂഹം ശക്തമായി ഏത് വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ തുടങ്ങുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടുക തന്നെ ചെയ്യും. ധൈര്യമായിട്ടിരിക്കാൻ ഈശോ പറയുക, ധൈര്യമായിട്ടിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അവന്റെ പാപങ്ങൾ ക്ഷമിച്ച് അവന് സൗഖ്യം നൽകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയം ഇടപെട്ടു. യേശുവിലൂടെ, പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അപ്പൊ ദൈവപിതാവിനെ മഹത്വം കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു നിമിഷങ്ങളാണിത്. അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ കൂട്ടായ്മയോട് ചേർന്ന് ഒരുമിച്ച് ഒരേ ഹൃദയവും ഒരേ മനസ്സുമായിട്ട് ആൾക്കാർ ഒരുമിച്ച് കൂടി, കർത്താവ് പറഞ്ഞ 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുള്ള അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകും. തീർച്ചയായിട്ടും കൂട്ടായ്മയോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഏത് വിഷയത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ഏത് വലിയ കോട്ടയാണെങ്കിലും അതെല്ലാം തകർത്ത് നമുക്ക് നേർവഴി തെളിച്ചു തരികയും ചെയ്യും. നിങ്ങളെല്ലാവരെയും സർവശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.